യോനോ എസ് ബി ഐ എന്ന ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് മറന്നുപോയെങ്കിൽ വളരെ ഈസിയായി നമുക്ക് ഈ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അത് മനസ്സിലാവുന്നതായിരിക്കും. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഒന്നാമതായി, പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് യോനോ ആപ്ലിക്കേഷൻ വഴിയല്ല, എസ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുമ്പോൾ ആ പാസ്വേഡിൽ മിനിമം 8 ക്യാരക്ടർ മുതൽ 20 ക്യാരക്ടർ വരെ ഉണ്ടാവണം. അതിൽ സ്മാൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ അക്കങ്ങളും ഒരു സിമ്പലും ഉണ്ടായിരിക്കണം. നമുക്ക് വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായി സെർച്ച് ബാറിൽ യോനോ എസ് ബി ഐ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കിവിടെ യോനോ എസ് ബി ഐ എന്ന് കാണാൻ സാധിക്കും. ലോഗിൻ യോനോ എസ് ബി ഐ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഫർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഫർഗറ്റ് പാസ്വേഡ് നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലായി ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ നെയിം എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യോനോ എസ് ബി ഐയുടെ യൂസർ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റ് ന്യൂ പാസ്വേഡ് യൂസിങ് അവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതടിക്കാം. ഇനി ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് നമുക്ക് ഓർമ്മയില്ല, രണ്ടും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെയുള്ള ATM കാർഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ATM കാർഡിൻ്റെ മുൻവശത്തുള്ള 12 അക്ക നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ATM കാർഡിൻ്റെ നമ്മൾ ATM കാർഡ് കൗണ്ടറിൽ പോയി പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന 4 അക്ക പിൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ATM പിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് നമ്മുടെ പുതിയ ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ്, അതായത് നമ്മൾ പുതുതായിട്ട് പഴയത് മാറ്റി പുതിയ ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം. അതിന് ആവശ്യം ഏറ്റവും കുറഞ്ഞത് 8 ഡിജിറ്റെങ്കിലും ഉണ്ടാവണം. ഏറ്റവും കുറഞ്ഞത് അക്കങ്ങളും അക്ഷരങ്ങളും പിന്നെ ഒരു സിമ്പലും ഉണ്ടായിരിക്കണം. ഇത് 8ൽ കൂടുതൽ ഉണ്ടാവുകയും വേണം. വേണമെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നവും ഏതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാൻ നമ്മൾ ഈ ഒരു ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് പാസ്വേഡാണ് നമ്മൾ മറ്റാരും കാണാതെ ഇരിക്കണം ഇത് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന വെറും ഡെമോ മാത്രമാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ല എങ്കിൽ ആരും കാണരുത് എന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള റീ എൻ്റർ യുവർ ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ്, തൊട്ട് താഴെ അതേ പാസ്വേഡ് തന്നെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക.
ഇത് രണ്ടും നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ആദ്യം അടിച്ച പാസ്വേഡ് തെറ്റിപ്പോയാൽ രണ്ടാമത്തത് ശരിയാണെങ്കിൽ അത് കറക്റ്റ് ആവില്ല. രണ്ടും ഒരേപോലെ ആയിരിക്കണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ കൺഫേം എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള റീസെറ്റ്, നമുക്കത് തെറ്റിപ്പോയി അല്ലെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് കൺഫേം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് 8 അക്കം മുതൽ 20 ക്യാരക്ടർ വരെ ഉണ്ടാവണം. അതിൽ അക്കങ്ങൾ ഉണ്ടാവണം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും അതിലുണ്ടാവണം. ഇവയിൽ ഏതെങ്കിലും ഒരു സിമ്പലും ഉണ്ടാവണം. ഇത്തരത്തിലാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. ഈ പാസ്വേഡ് മുകളിലും താഴെയും ഒരേപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അതിനുശേഷം ഈ കൺഫേം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യു ഹാവ് സെൻഡ് എ OTP. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ആ 1 ടൈം പാസ്വേഡ് നമ്മളവിടെ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ പാസ്വേഡ് നമ്മുടെ മൊബൈൽ വന്ന പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ യുനെസ്പിയുടെ പാസ്വേഡ് മാറ്റാം. ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇനി ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മുടെ ഫോണിലുള്ള യോനോ SB എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പുതിയ പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. മുകളിൽ യൂസർ ID എന്ന് പറയുന്ന സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യോനോ SBയുടെ യൂസർ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുതുതായി റീസെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ടുണ്ട്. യോനോ SB സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം യോനോ SB കൂടുതൽ അറിയുന്നതിനുള്ള വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് യോനോ SB എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഉടൻ തന്നെ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.